ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അനീഷിനെ പോലത്തെ ഒരു മത്സരാർത്ഥി വന്നിട്ടേ ഇല്ല. ഉള്ള കാര്യം പറയാലോ. ഞാനും അനീഷിനെ ആദ്യം തെറ്റിദ്ധരിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാലോ. സമ്മർ മീഡിയയുടെ ഒരു ഒരു 2-3 ആഴ്ച മുമ്പ് വരെയുള്ള വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ അനീഷിനെ ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു പക്ക ഫേക്ക് ഗെയിമാണ് അവിടെ കളിക്കുന്നതെന്ന്. ബിഗ് ബോസിനകത്ത് റിയൽ ആയിട്ട് നിന്ന് ഗെയിം കളിക്കണമെന്നൊന്നുമില്ല. ഞാൻ അതാണ് കഴിഞ്ഞൊരു വീഡിയോയിലും റോബിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തത്. റോബിൻ പറഞ്ഞും കൊണ്ട് ഗെയിം കളിച്ച ഒരാളാണ്. ഇതെന്റെ ഗെയിമാണ്, ഞാൻ ഇവിടെ വന്നത് ഗെയിം കളിക്കാനാണ്, ഇവിടെയുള്ള ആരും എൻ്റെ പേഷ്യൻസോ ഞാൻ ഇവിടുത്തെ ഡോക്ടറോ അല്ല, ഞാനൊരു കണ്ടസ്റ്റൻ്റ് ആണ്, ഞാൻ ഗെയിം കളിക്കും, അങ്ങനെ പറഞ്ഞു കളിച്ചതാണ്. അപ്പം നമുക്കറിയാം അയാൾ ചെയ്യുന്നതൊക്കെ ഗെയിമിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. ഇപ്പം അനീഷ് നമ്മളടുത്ത് പറയാണ് ഞാനും ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ഞാൻ ഗെയിമാണ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, നമുക്ക് സമ്മതിക്കാം. ഇത് ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇമോഷണലി അവരെ പറ്റിച്ചുകൊണ്ട് ഗെയിം കളിക്കരുത്. ഇപ്പൊ ലാലേട്ടൻ ഇന്നത്തെ പ്രൊമോയിൽ അനീഷിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. അനീഷ് പറഞ്ഞ എന്താണ്, 3 ദിവസം മുമ്പാണ് അത്ര അനീഷിന് ബിഗ് ബോസ് അറിയിച്ചത് ഇതിലേക്ക് വരാനായിട്ട്. നമുക്കറിയാമല്ലോ, ഒരു കോമണർ ബിഗ് ബോസിലേക്ക് കോമണർ കാറ്റഗറിയിൽ ഒരാളെ കൊണ്ടുവരുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ അറിയിക്കും. കാരണം ഒരു ആർട്ടിസ്റ്റിനെ പോലല്ല, അവർക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ടി വരും സാധാരണ രീതിയിൽ. മാത്രമല്ല മൈജിയിലൂടെയാണ് ഇദ്ദേഹം വരുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തായാലും വേറെ ഏതൊരു വ്യക്തി അറിയുന്നതിന് മുമ്പ് തന്നെ അനീഷിനെ അറിയിച്ചിട്ടുണ്ടാകണം ബിഗ് ബോസ്. അതാണ് അതിന്റെ ഒരു മര്യാദ, കോമണർ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അനീഷിനെ അറിയിച്ചു എന്ന് ലാലേട്ടൻ പറയാണ്. 12 ദിവസം മുമ്പ് അറിയിച്ചു എന്ന് പറയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇദ്ദേഹം ബിഗ് ബോസിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതും ലീവ് എടുത്ത്, ഗവൺമെന്റ് ജോബിൽ നിന്ന് ലീവ് എടുത്ത് നിൽക്കുന്ന ഒരാളിന് PR എന്താണെന്ന് അറിയില്ല എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ്. അനീഷ് കിടന്ന് ഉരുളുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ തെളിവ് കാണിക്കും, ഇനി കൂടുതൽ സംസാരിച്ചാൽ ഞാൻ തെളിവ് കാണിക്കും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു ഗെയിമറിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു എന്നുള്ളതാണ്. ഇത്രയും ദിവസം അദ്ദേഹം വിദഗ്ധമായിട്ട് എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്ന് തെളിയുകയാണ്. എന്താണ് അനീഷിന്റെ ക്വാളിറ്റി ആയിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്? അനീഷ് ജെനുവിനാണ്, ഫേക്ക് അല്ല, സത്യസന്ധനാണ്, അദ്ദേഹമാണ് അവിടെ റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരാള്, ബാക്കി എല്ലാവരും ഫേക്ക് ആണ്, ബാക്കി എല്ലാവരും അവിടെ അഭിനയിച്ച് നിൽക്കുകയാണ്, അനീഷ് മാത്രമാണ് റിയൽ എന്നാണെന്നാണല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പൊതുവെ അനീഷിന്റെ ബേസിക് ക്യാരക്ടർ ഇങ്ങനെയാണെന്നും പലരും പറയുന്നതൊക്കെ ഞാൻ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എന്ത് പറയുന്നു? അനീഷ് സത്യസന്ധൻ എന്ന് പറഞ്ഞിരുന്ന അനീഷ് ഗെയിമിന് വേണ്ടി കള്ളം പറഞ്ഞിട്ടില്ലേ? ഞാൻ പറയുന്നില്ല റിയൽ ലൈഫിൽ അനീഷ് ഫേക്ക് ആണെന്നോ. വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അടുത്ത്, പ്രത്യേകിച്ച് അനീഷിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരു കാര്യം വ്യക്തമായും പറയാം. ഞാൻ അനീഷിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഗെയിമിലാണ്. അനീഷ് റിയൽ ലൈഫിൽ ഒരു മോശം ആളാണെന്നോ അല്ലെങ്കിൽ അനീഷ് റിയൽ ലൈഫിൽ കൊള്ളരുതാത്ത ആളാണെന്നോ ഒരു അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം നല്ലൊരാളായിരിക്കാം, പക്ഷെ ബിഗ് ബോസിനകത്ത് അദ്ദേഹം ഇതുവരെ പിടിച്ചു വന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് പൊളിയുകയാണ്. അതിനർത്ഥം അദ്ദേഹത്തിന്റെ ഗെയിം പൊളിയുകയാണ്. നമുക്ക് എന്താണോ അനീഷിൽ നമ്മളൊരു ക്വാളിറ്റി ആയി കണ്ടിരുന്നത്, അത് ഇനിമേൽ ഒരു ക്വാളിറ്റി അല്ലാതായി മാറിയിരിക്കുന്നു. അനീഷ് നമ്മൾ വിചാരിച്ച ഒരാളല്ല. അനീഷ് ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഗെയിമിന് വേണ്ടിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ നെവിനുമായിട്ട് ക്യാമറ സ്പേസിന് വേണ്ടി ഇട്ട വഴക്ക്, അവിടെ അനീഷിന് ക്യാമറ എന്ന വാക്ക് ഉപയോഗിക്കാതെയാണ് അനീഷ് പറഞ്ഞത് എനിക്ക് അവരെ കാണാൻ പറ്റുന്നില്ല, ഇപ്പൊ അനുമോളെയും അല്ലെങ്കിൽ സാബുവിനെ ആര്യനെയും ഒന്നും കാണാൻ പറ്റുന്നില്ല, നീ കുറച്ച് ലൈനിലേക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ക്യാമറയ്ക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതോടെയാണ് അനീഷ് അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്യാമറ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് വ്യക്തമാവുന്നത്. അനീഷ് ഫേക്ക് ആണ്, ഗെയിം കളിക്കുന്നത് ഫേക്ക് ഗെയിം ആണെന്നുള്ളതിന് ഒരുപാട് എവിഡൻസ് ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ എണീക്കുന്ന ഒരാളാണ് അനീഷ്. അതേ സമയത്ത് അനീഷ് രാത്രി നേരത്തെ ഉറങ്ങുകയും ചെയ്യും. ഒരു ദിവസം തുടങ്ങുന്നത് തൻ്റെ ഒരു കണ്ടന്റിലൂടെ ആയിരിക്കണമെന്ന് അനീഷിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് രാവിലെ എണീറ്റ് തുടക്കകാലങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി, അനീഷ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. ചിലപ്പോൾ അത് കിച്ചണിലായിരിക്കാം, കൂടുതൽ സമയങ്ങളിലും കിച്ചണിലാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ആദ്യത്തെ കണ്ടന്റ് തൻ്റെതാണ് പോകുന്നത് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അനീഷ് ഒരു ദിവസം തുടങ്ങുന്നത്. അതാണ് അനീഷിന്റെ ബിഗ് ബോസിനകത്തുള്ള ഒരു ഗെയിം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ബിഗ് ബോസിനോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ താൻ മാത്രം ഗുഡ് മോർണിംഗ് പറയില്ല, സുപ്രഭാതമേ പറയൂ. കാരണം എന്താണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് താനെന്ന് അനീഷ് അവിടെ വ്യക്തമാക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ എല്ലാവരെയും പോലെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ അതിലൊരു രസമില്ല. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അത് ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പൊ അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. അനീഷ് മലയാള ഭാഷയെ പുൽകിക്കൊണ്ട് മലയാള ഭാഷയോട് അടങ്ങാത്ത ആവേശവും അഭിനിവേശവും ഉള്ള ഒരാളാണോ? അല്ല. അനീഷ് അവിടെ ഒരുപാട് സമയങ്ങളിൽ ഇംഗ്ലീഷ് വാക്കുകളും ഇംഗ്ലീഷും ഉപയോഗിക്കുന്ന ഒരാളാണ് പലപ്പോഴും. പക്ഷെ അനീഷിന്റെ ഈ മലയാളം ഒരു സാധനം എന്ന് പറയുന്നത് കൃത്യമായും അതൊരു ഗെയിമിന്റെ ഭാഗമായിരുന്നു. മലയാളി, മലയാള തനിമ, മലയാളം, കൃഷി.
സി നമുക്കറിയാം കർഷകരോട് നമുക്കുള്ളൊരു സ്നേഹം എന്താണെന്നുള്ളത്. ഭയങ്കരമായ അടുപ്പം നമുക്കുണ്ട് കർഷകരോട്. കാരണം അന്നം തരുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. നമ്മളെ ജവാന്മാരോടും കർഷകരോടും ഇന്ത്യക്കാർക്കുള്ളത് ഭയങ്കരമായ സ്നേഹമാണ്. അപ്പൊ അനീഷ് പ്രൊഫഷൻ വൈസ് അദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അതിനു മുമ്പ് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലേക്ക് അദ്ദേഹം കർഷകൻ എന്നത് കൂടി കൊണ്ടുവന്നു. ഇപ്പൊ ലാലേട്ടൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തോളം ബിഗ് ബോസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യാം, ആദ്യം അദ്ദേഹം നല്ല ഒരു പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യും. ആ പ്രൊഫൈലിനകത്ത് എന്തൊക്കെ വരണം? ഒരു 5 വർഷം വേണ്ടല്ലോ ഒരാൾക്കൊരു കർഷകനാകാൻ എത്ര സമയം വേണം? ഇപ്പൊ എൻ്റെ കയ്യിൽ കുറച്ച് സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ വിചാരിച്ചാലും എനിക്ക് കൃഷി തുടങ്ങാം. അത് സക്സസ് ആണോ ഫെയിൽ ആണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എനിക്ക് കൃഷി തുടങ്ങാം എൻ്റെ കയ്യിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എനിക്ക് പാട്ടത്തിന് സ്ഥലം എടുത്ത് കൃഷി തുടങ്ങാം. ഞാൻ കൃഷി തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞാൽ ഞാനും കൃഷിക്കാരനാണ്. ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണ് മോനെ തൊഴിൽ, എന്താണ്? കർഷകനാണ് സാർ, കള പറിക്കാൻ ഇറങ്ങിയതാണ് എന്നൊക്കെ എനിക്കും പറയാം. സോ നമുക്കിതൊരു പ്രൊഫൈല് ബിഗ് ബോസിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് ആദ്യം ചെയ്യുന്നത് ഓഡിയൻസിന്റെ അറിവിലേക്ക് ഞാൻ പറയാം, അവരൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യും. ആ പ്രൊഫൈല് ബിഗ് ബോസിലേക്കുള്ള അവരുടെ ആദ്യ ചവിട്ടുപടിയാണ്. ഇപ്പൊ അനീഷ് ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലിൽ ഈ കർഷകൻ എന്ന് പറയുന്ന ഒരു സാധനം മനഃപൂർവ്വം കൊണ്ടുവന്നതാണ്. സാധാരണക്കാരനാണ് അല്ലെങ്കിൽ താനൊരു ഏറ്റവും കൂടുതൽ മണ്ണിൽ പണിയെടുക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക വികാരമുണ്ട്. നമ്മൾ ഇന്ന് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതാണ്. ഇപ്പൊ കോമണറായിട്ട് വന്നതുകൊണ്ടാണ് മലയാളികൾക്ക് അനീഷിന്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നെങ്കിൽ കഴിഞ്ഞ സീസണിൽ വന്നവരോട് എന്തേ നിങ്ങൾക്ക് ആ സ്നേഹമില്ലാതെ പോയത്? അതിന്റെ മുമ്പത്തെ സീസണിൽ വന്നല്ലോ, ഗോപികയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരോടൊന്നും തോന്നിയില്ലല്ലോ. പക്ഷെ അനീഷിനോട് അത് തോന്നാൻ കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹം ബിൽഡ് ചെയ്തെടുത്ത പ്രൊഫൈൽ തന്നെയാണ്. മറ്റൊന്ന്, അനീഷ് എഴുത്തുകാരനാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അദ്ദേഹം എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം. അനീഷ് എൻ്റെ അറിവിൽ ആകെ 1-2 പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്. ഒരെണ്ണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം തയ്യാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും 2-3 അതിൽ കൂടുതൽ പുസ്തകങ്ങൾ അനീഷ് എഴുതിയിട്ടില്ല. അപ്പോൾ എഴുത്തുകാരൻ എന്ന് പറയുന്നത് അനീഷിന്റെ പ്രൊഫൈലിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ നോക്കണം. അനീഷ് ഒരു 10 കൊല്ലമായിട്ട്, അനീഷിന് 10-40 വയസ്സിനടുത്ത് പ്രായമുണ്ടെന്ന് തോന്നുന്നു, 38 വയസ്സെങ്ങാണ്ടായി. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അനീഷ് എന്തായാലും ഒരു എഴുത്തുകാരനല്ലല്ലോ. അപ്പൊ അദ്ദേഹം ബിഗ് ബോസിലേക്ക് വരുന്നതിന് വേണ്ടി ഒരു പക്ഷേ ഒരു എഴുത്തുകാരനായതാണോ എന്ന് പോലും സംശയമുണ്ട്. ഇതൊക്കെ എൻ്റെ സംശയങ്ങളാണ്. ഒരിക്കലും ഞാൻ അനീഷ് ഇങ്ങനെ ആണെന്ന് എവിടെയും പറയുന്നില്ല, ജസ്റ്റ് ഡൗട്ട്സ് ആണ്. BB അല്ലേ ഇത്, ബിഗ് ബോസ് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ സംശയങ്ങൾ തോന്നാമല്ലോ. ഇപ്പൊ പ്രൊഫൈലിൽ അനീഷിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ എന്താണ്? ഗവൺമെന്റ് എംപ്ലോയി ആണ്, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം ഒരു കർഷകനാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എങ്ങനെ പോകുന്നു നോക്കൂ. ഇനി അദ്ദേഹത്തിന്റെ ഒരു പാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു TV ന്യൂസ് റിപ്പോർട്ടർ ആയിരുന്നു, അദ്ദേഹം ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. സോ ഇതെല്ലാം സമൂഹത്തിൽ റെസ്പെക്ട് കിട്ടുന്ന പ്രൊഫൈൽസ് ആണ്. ഇപ്പൊ കർഷകന് റെസ്പെക്ട് കിട്ടും, അതുപോലെ ഗവൺമെന്റ് എംപ്ലോയികൾക്ക് റെസ്പെക്ട് കിട്ടും, ബാങ്ക് മാനേജർ ബഹുമാനം കിട്ടുന്ന ഒരു ജോബാണ് അല്ലേ? അതുപോലെ തന്നെ അദ്ദേഹം എന്തോ അധ്യാപകനും ഒക്കെ ട്യൂഷനും ഒക്കെ എടുത്തിരുന്നു എന്ന് തോന്നുന്നു, ഞാൻ എവിടെയോ അങ്ങനെ പറഞ്ഞായിട്ട് ഓർക്കുന്നു, എന്തോ അങ്ങനെയുമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുത്തുകാരനാണ്, അതും അദ്ദേഹത്തിന്റെ പ്രൊഫൈലിന് ഭയങ്കരമായിട്ടുള്ള ഒരു ശക്തി നൽകുന്നുണ്ട്. സോ ഇത് അനീഷ് ബിഗ് ബോസിലേക്ക് വരാൻ ഡെവലപ്പ് ചെയ്തെടുത്തതാകാനാണ് ചാൻസ്. സോ ആ അനീഷ് ബിഗ് ബോസിൽ വന്നിട്ട് എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അത് ഫേക്ക് ഗെയിമാണ്. അനീഷ് ഷാനവാസിന് മരുന്നെടുത്ത് കൊടുക്കുന്നു, ഷാനവാസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അനീഷിന് നന്നായിട്ട് അറിയാം ഷാനവാസ് അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരാളാണെന്ന്. കാരണം എന്താ? ഷാനവാസിന്റെ ആ ഒരു രുദ്രനൊന്നും അല്ല, അതിന് ശേഷം വന്നൊരു സീരിയൽ ഉണ്ടോ, സീതയോ അങ്ങനെ എങ്ങാണ്ട് ഒരു സീരിയൽ ഉണ്ടല്ലോ, അതിലെ കഥാപാത്രം ഭയങ്കര ഹിറ്റായിരുന്നു. അതിലെ ആ ഒരു റൊമാൻറ്റിക് സീൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ഒരു സമയത്ത്. അപ്പൊ അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരാളാണ് ഷാനവാസ്. വളരെ വർഷങ്ങളായിട്ട് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളോടൊപ്പമുള്ള സൗഹൃദം ശരിക്കും അനീഷിനാണ് ഗുണം ചെയ്തത്. ഒരു ഘട്ടത്തിൽ ഷാനവാസിന് അനീഷിനേക്കാൾ ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ഈ സൗഹൃദം യാഥാർത്ഥ്യമായതിനു ശേഷം ഷാനവാസിന്റെ ഫാൻ ബേസ് കുറയുകയും പിന്നീട് അനീഷിന്റെ ഫാൻ ബേസ് കൂടുകയും ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം അനീഷിന്റെ ഗെയിമാണ്. ഇവിടെ ആകെയുള്ള പ്രശ്നം, താൻ ഇവിടെ ജീവിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഫേക്കാണ്. അനീഷ് ചോദിച്ച ചോദ്യം നിങ്ങൾ കണ്ടോ? അഭിനയിച്ച് നിൽക്കില്ലേ എന്ന്. അതായത് ആർട്ടിസ്റ്റുകളെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ അഭിനയിക്കില്ലേ എന്ന്. ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ് അനീഷ്. ഇപ്പൊ അഭിനയിക്കാൻ ഒരു അഭിനേതാവ് ആകണമെന്നുണ്ടോ? അനീഷ് അത് തെളിയിച്ചിരിക്കുകയില്ല. അനീഷ് എത്ര നന്നായിട്ട് അവിടെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഈ സീസണിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഒക്കെ ഉള്ളത് അനീഷിന് തന്നെയാണ്. പക്ഷെ സത്യം പറയാൻ നമ്മൾ മടിക്കാൻ പാടില്ലെന്നാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഈ സീസണിൽ അനീഷ് ജയിച്ചാലും എനിക്ക് പ്രശ്നമില്ല, അനുമോള് ജയിച്ചാലും പ്രശ്നമില്ല, ഷാനവാസോ ആര്യനോ അക്ബറോ ആര് ജയിച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം 100% ഡിസർവിങ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ദൗർഭാഗ്യവശാൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇയാൾ അർഹിക്കുന്നു കപ്പ്, ഇയാളാണ് ഈ ഷോയെ കൊണ്ടുപോയത്, ഇയാളാണ് 100% അർഹിക്കുന്ന ആള്, ഏറ്റവും കണ്ടന്റ് തന്ന ആള്, ഏറ്റവും നന്നായി ഗെയിം കളിച്ച ആള്, ഇന്റലിജന്റ് ഗെയിമർ, ബ്രില്യന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസർവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇല്ല.
ഇത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സീസണിൽ സാബ് മാൻ കപ്പടിച്ചാൽ പോലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ ആര് കപ്പടിച്ചാലും കുഴപ്പമില്ല. കാരണം അവിടെ പെർഫെക്റ്റ് എന്ന് പറയാവുന്ന ഒരു ഗെയിമറും ഇല്ല ഈ സീസണിൽ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും ഭയങ്കരമായിട്ടുണ്ട്. ഒരു BB എന്നുള്ള ലെവലിൽ ഭയങ്കര ജെന്യൂനായിട്ട് BB മെറ്റീരിയൽ ആയിട്ട് ഗെയിം കളിച്ച ആരെയും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. ഈവൻ അക്ബർ പോലും ഒരു ടൈമിൽ അടിപൊളിയായിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഞാനിതിപ്പോൾ ആര് ജയിച്ചാലും നാളെ അനീഷ് ജയിച്ചാൽ എനിക്ക് ഓക്കെയാണ്, സന്തോഷമേ ഉള്ളൂ. ഞാൻ അനീഷിന്റെ വോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ അനീഷിന്റെ ഫാൻസിനെ പ്രൊവോക്ക് ചെയ്യാനോ ആയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ലാലേട്ടൻ വന്ന് ഇന്ന് പറഞ്ഞില്ലേ 12 ദിവസം മുമ്പ് അറിയിച്ചു എന്ന്. അപ്പൊ അനീഷ് പറഞ്ഞ കള്ളമല്ലേ? 3 ദിവസം മുമ്പേ അറിഞ്ഞു എന്ന് പറയുന്ന കള്ളമല്ലേ? തെളിവ് സഹിതം അത് പൊളിഞ്ഞില്ലേ? രണ്ടാമത്തെ കാര്യം PR അനീഷിനെ അറിയില്ല എന്ന് പറഞ്ഞു. ഈ ബിഗ് ബോസിന് ലാലേട്ടനും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനും ഒക്കെ അറിയാൻ പറ്റും ഏതൊക്കെ കണ്ടസ്റ്റന്റിന് PR ഉണ്ടെന്നൊക്കെ ഉള്ളത്. കുറേയൊക്കെ അവർ കുറെ കാലമായിട്ട് ഈ പരിപാടിയായിട്ട് നടക്കുന്നല്ലേ. അവർ വിചാരിച്ചാൽ തെളിവൊക്കെ കൊണ്ടുവരാനും ചിലപ്പോൾ പറ്റും. സോ അപ്പൊ അനീഷ് ഈ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. റിയൽ ആയിട്ട് നിന്നും ഗെയിം കളിക്കാം. ഒരു ക്യാരക്ടർ പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റിയൽ ലൈഫിലെ മനുഷ്യന്മാർ ഇങ്ങനല്ല. റിയൽ ലൈഫിലെ മനുഷ്യന്മാര് ബിഗ് ബോസിലൊന്നല്ല എവിടെ പോയാലും നമ്മൾ റിലേഷൻസ് ബിൽഡ് ചെയ്യും. സീസൺ 4 വീണ്ടും ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. റോബിൻ സീസൺ 4 ഞാൻ ഗെയിം കളിക്കാനാണ് വന്നത്, ഞാൻ ഗെയിമറാണ്, ഞാൻ വിന്നർ ആയിട്ടേ പോകുന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചപ്പോഴും വളരെ നല്ല റിലേഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ദിൽഷയുമായിട്ട് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സൗഹൃദം ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെസ്ലിയുമായിട്ട് ഓപ്പോസിറ്റ് കളിച്ചപ്പോഴും പലപ്പോഴും ഒരു സൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ലക്ഷ്മി പ്രിയമായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പലരുമായിട്ട് അവിടെ ഒരു ഹെൽത്തി റിലേഷൻ റോബിൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സീസൺ 5 വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാർ ബിഗ് ബോസിൽ ജയിച്ച ആള് എങ്ങനെയാണ് ജയിച്ചത്? ഒറ്റയ്ക്ക് നിന്നിട്ടാണോ? ഷിജു എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടം വരെ വിഷ്ണു ഉണ്ടായിരുന്നു, അതുപോലെ അനിയൻ മിഥുൻ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും പല സന്ദർഭങ്ങളിൽ നല്ല റിലേഷൻസ് ബിൽഡ് ചെയ്ത് തന്നെയാണ് അദ്ദേഹം ജയിച്ചത്, കപ്പടിച്ചത്. അല്ലാതെ എല്ലാവരെയും വെറുപ്പിച്ച് ഒറ്റയ്ക്ക് നിന്നിട്ടാണോ അഖിൽ മാരാർ ജയിച്ചത്? ഒരിക്കലുമല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സീസൺ 1 സാബുമോൻ. അദ്ദേഹവും അവിടെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഗെയിം കളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എത്രയോ സുഹൃത്തുക്കൾ സാബുനുണ്ടായിരുന്നു. രഞ്ജിനി, ശ്വേത മേനോൻ, സുരേഷ്, അനൂപ്, ഇവരുമായിട്ടൊക്കെ സൗഹൃദങ്ങൾ അവിടെ ഉണ്ടാക്കിയിരുന്ന ആൾ തന്നെയാണ് നമ്മുടെ സാബുമോൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസിനകത്ത് സൗഹൃദങ്ങൾ പാടില്ല എന്നൊന്നുമില്ല, ജെന്യൂനായിട്ട് നിന്നുകൂടാന്നില്ല. അവിടെ ഒറ്റയ്ക്ക് നിന്നേ പറ്റൂന്നില്ല. ഗെയിം ഒറ്റയ്ക്ക് കളിച്ചോ. പക്ഷെ നമ്മൾ സമൂഹത്തിന്റെ പരിച്ഛേദമല്ലേ. നമ്മൾ സമൂഹത്തിൽ ഒരു ട്രെയിനിൽ പോലും നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ജേർണി ആണെങ്കിൽ, ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്നാ എന്തൊക്കെയുണ്ട് വിശേഷം, നമ്മൾ ആളെ പരിചയപ്പെടും. അയാളുമായിട്ടൊരു സൗഹൃദം, ചിലപ്പോൾ ആ ട്രെയിനിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു സൗഹൃദം ഉണ്ടാവും അവിടെ. അതിപ്പോൾ ബസ്സിലായിക്കോട്ടെ ട്രെയിനിലായിക്കോട്ടെ, നമ്മൾ അപരിചിതരായിട്ടുള്ള ആൾക്കാർ സഞ്ചരിക്കുമ്പോൾ അവിടെ പോലും നമ്മളൊരു മനുഷ്യന്മാരാണല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും നമ്മളുമായിട്ടൊരു വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ബിൽഡ് ആവുകയും ചിലപ്പോൾ സുഹൃത്തുക്കളായിട്ടായിരിക്കും ഇറങ്ങുന്നത്, പരിചയക്കാരായിട്ടായിരിക്കും അവിടുന്ന് പിരിയുക അല്ലേ. അതുപോലെയാണ് ബിഗ് ബോസിനകത്ത് ഇത്രയും ദിവസം നിന്നിട്ടും അനീഷിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ക്വാളിറ്റീസ് നമ്മൾ അവിടെ കണ്ടിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും അനീഷ് അങ്ങനെ ഒരു സൗഹൃദം, ആത്മാർത്ഥമായ ഒരു സൗഹൃദം ആരുടെടുത്തും കാണിച്ചിട്ടില്ല. ബിഗ് ബോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യേണ്ടി വരും, ഒക്കെ ശരിയാണ്. ബട്ട് ഒരു പോയിന്റിൽ നമ്മൾ സുഹൃത്തുക്കളുമാകും ബിഗ് ബോസിനകത്ത്, പിന്നെ പിണങ്ങാം. അതും മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ റിയൽ ലൈഫിൽ സൗഹൃദങ്ങൾ ഉണ്ടാവും, പിന്നെ പിണങ്ങാറില്ലേ, സുഹൃത്തുക്കൾ അടിച്ചു പിരിയാറില്ലേ, അതൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ ആരോടും കൂടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. സാധാരണ മനുഷ്യരെ പോലെ അല്ല നമ്മൾ അവിടെ ചിന്തിക്കുന്നത് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഗെയിമറിന്റെ ഗെയിമിനെ എക്സ്പോസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അയാൾ ഒരു ഗെയിമാണ് അവിടെ കളിക്കുന്നത്, ജെന്യുവിൻ ആണെന്ന് പറയരുത്. ഗെയിമർ എന്ന രീതിയിൽ അനീഷ് ഓക്കെയാണ്. ഇത്രയും നാൾ അനീഷ് ആ ഒരു ഗെയിം കൊണ്ടുപോയി ലാലേട്ടൻ ഇന്ന് പൊളിക്കുന്നത് വരെ. റിയൽ അനീഷ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഓൾറെഡി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ഇന്നലത്തെ ക്യാമറ കേസ് ആയിക്കോട്ടെ, ഇന്നത്തെ ഇഷ്യൂസ് ആയിക്കോട്ടെ, ഓൾറെഡി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം.